ഹലോ, എല്ലാവർക്കും PSC ആസ്പിരൻ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 6ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറയുന്നതാണ്. സയൻസാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. പിന്നെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ ഇതിൽ നമ്മുടെ ചാപ്റ്ററിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പിന്നെ കാണുന്നവർക്ക് അതൊരു റിവിഷനായിട്ടും കൂടെ ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആഹാരത്തിലൂടെ ആരോഗ്യം, അതാണ് നമ്മുടെ ചാപ്റ്റർ. പിന്നെയൊക്കെ കുഞ്ഞു പിള്ളേർക്ക് പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ വായിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. ഇനി വരുന്ന ഈ ബോക്സാണ് നമ്മുടെ ആരോഗ്യം. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്നത് ആഹാരമാണ്. ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം ആവശ്യമുണ്ട്. അത് കൊടുക്കുന്നത് നമ്മുടെ ആഹാരമാണ്. നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ. വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്താനും രോഗങ്ങളെ ചെറുക്കാനും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് പോഷകങ്ങൾ. അത് നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് നമുക്ക് പോഷകങ്ങൾ കിട്ടുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളാണ് കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ. അപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ, നമ്മുടെ ശരീര വളർച്ച, രോഗങ്ങളെ ചെറുക്കാൻ ഒക്കെ കുറച്ച് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. അതിനെയാണ് പോഷകങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളാണ് കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ. ജലം ഒരു പോഷക ഘടകമല്ലെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണ്. ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകളും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ നാരും നമുക്ക് കൂടുതൽ ആവശ്യമാണ്. ഫൈബറൊക്കെ എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നത്? നാം കഴിക്കുന്ന ആഹാര പദാർത്ഥത്തിൻ്റെ അളവ്. വാരി വലിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ല അസുഖം വരും. പിന്നെ കഴിക്കുന്ന സമയം, രാത്രിയൊക്കെ ഒരു 7 മണിക്ക് മുന്നേ തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിലും നമുക്ക് അസുഖം വരും. പിന്നെ വൈവിധ്യം, ഗുണമേന്മ, അതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. ഇനി ഊർജ്ജം ലഭിക്കാനായിട്ട് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടതാണ് കാർബോഹൈഡ്രേറ്റ്. ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം പ്രധാനമായും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്തിനാണ്? ഊർജ്ജം പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അന്നജം. ധാന്യങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങളിലും കൂടുതൽ കാണുന്ന കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് അന്നജമാണ്. പിന്നെ അയഡിൻ ടെസ്റ്റ്, അത് അന്നജം അടങ്ങിയിരിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അയഡിൻ ടെസ്റ്റിൽ നമുക്ക് കിട്ടുന്നത് നീല കളറായിരിക്കും അന്നജം അടങ്ങിയിട്ടുണ്ടെങ്കിൽ. അന്നജം അയഡിനുമായിട്ട് ചേരുമ്പോൾ ഇരുണ്ട നീല നിറമാണ് ഉണ്ടാകുന്നത്. അന്നജത്തിൻ്റെ അളവനുസരിച്ചിട്ട് നീല നിറത്തിൻ്റെ കാഠിന്യത്തിൽ വ്യത്യാസം ഉണ്ടാകും. പിന്നെയാണ് ചെറുധാന്യങ്ങൾ, മില്ലറ്റ്സ്. നമ്മൾ മില്ലറ്റ്സ് വർഷമായിട്ട് ആചരിച്ചത് 2023 മില്ലറ്റ് ഇയർ. പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതുലവണങ്ങൾ എന്നിവ ഇവയിലുണ്ട്. അരിയിലും ഗോതമ്പിനേക്കാളും കൂടുതൽ പ്രോട്ടീൻസും വിറ്റാമിൻസും ധാതുലവണങ്ങളൊക്കെ ഉള്ളത് ഈ മില്ലറ്റ്സ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങളിലാണ്. നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈ മില്ലറ്റ്സിൽ അല്ലെങ്കിൽ ചെറുധാന്യങ്ങളിൽ ഫൈബറൊക്കെയാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അത് ദഹന പ്രക്രിയയ്ക്ക് സഹായിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുള്ള ഭക്ഷണമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഇവയുടെ പോഷകമൂല്യം മനസ്സിലാക്കിയതോട് കൂടിയിട്ട് മനുഷ്യരും ആഹാരമായി ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ചിലതാണ് റാഗി, ബജ്ര, തിന, ചോളം, ചാമ എന്നൊക്കെ പറയുന്നത് ചെറുധാന്യങ്ങളാണ്. പിന്നെ വരുന്നതാണ് പ്രോട്ടീൻ.
പ്രോട്ടീൻ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള പ്രധാന ഘടകം എന്താണ്? പ്രോട്ടീനാണ്. കാർബോഹൈഡ്രേറ്റ് നമ്മൾ പറഞ്ഞു, അത് ശരീരത്തിന് വേണ്ട ഊർജ്ജം നൽകുന്നത് കാർബോഹൈഡ്രേറ്റ്. പ്രോട്ടീനാണെങ്കിൽ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീന്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കാണ് പ്രോട്ടീൻ സഹായിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് ശരീരത്തിന് വേണ്ട ഊർജ്ജം നൽകുന്നതാണ്. തലമുടി, ത്വക്ക്, പേശികൾ എന്നിവയുടെ ആരോഗ്യത്തിനും പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പോൾ പേശി, തലമുടി, ത്വക്ക് അതിൻ്റെയൊക്കെ ആരോഗ്യത്തിനും പ്രോട്ടീനാണ് ആവശ്യം. കൂടാതെ ഇവ ഊർജ്ജവും പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ കാർബോഹൈഡ്രേറ്റാണ് നമുക്ക് മെയിനായിട്ട് ഊർജ്ജം തരുന്നത്. പ്രോട്ടീൻ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കുമാണ് ഊർജ്ജവും പ്രോട്ടീൻ തരുന്നുണ്ട്. പ്രോട്ടീൻ്റെ കുറവ് മൂലം ക്വാഷിയോർക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങളുണ്ടാകുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ക്വാഷിയോർക്കർ, മരാസ്മസ് എന്തിൻ്റെ കുറവ് മൂലം? പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ക്വാഷിയോർക്കർ ബാധിച്ച കുട്ടീനാണ്ടാവും. അടുത്തതാണ് കൊഴുപ്പ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവ പോലെ കൊഴുപ്പും നമുക്ക് ആവശ്യമാണ്. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുക കൊഴുപ്പിൽ നിന്നാണ്. അപ്പോൾ ഒരേ അളവിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, കൊഴുപ്പ് എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഊർജ്ജം നമുക്ക് ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ്. പിന്നെ അടുത്തതാണ് കൊളസ്ട്രോൾ. കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്താ? കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായി കഴിഞ്ഞാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടും. രക്തത്തിലെ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ രക്തക്കുഴലിൻ്റെ ഉൾഭിത്തിയിൽ ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ട് രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. അങ്ങനെ ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയിട്ടുള്ള ഗുരുതര രോഗങ്ങൾ ഉണ്ടാകും. അപ്പോൾ കൊളസ്ട്രോൾ മിതമായ അളവിലാണ് ആവശ്യം. കൊളസ്ട്രോളിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ രക്തക്കുഴലുകൾ അടിഞ്ഞിട്ട് രക്തത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടും. അങ്ങനെ ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകും. അടുത്തതാണ് വിറ്റാമിനുകൾ. ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷക ഘടകങ്ങളാണ് വിറ്റാമിനുകൾ. ഇതിൻ്റെ പ്രാധാന്യത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. എന്താണ് വിറ്റാമിൻ എ? അത് എന്തിനാണ് ആവശ്യം? കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ എ. കണ്ണ്, ത്വക്ക്, തലമുടി. വിറ്റാമിൻ ബി തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് അതിൻ്റെയൊക്കെ ആരോഗ്യത്തിന് വിറ്റാമിൻ ബി. വിറ്റാമിൻ എ ആണെങ്കിൽ കണ്ണ്, ത്വക്ക്, തലമുടി. വിറ്റാമിൻ ബി ആണെങ്കിൽ തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക്. വിറ്റാമിൻ സി അത് പല്ല്, മോണ, രക്തക്കുഴൽ അതിൻ്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വിറ്റാമിൻ സി പല്ല്, മോണ, രക്തക്കുഴലിൻ്റെ ആരോഗ്യവും രോഗപ്രതിരോധവും. വിറ്റാമിൻ ഡി എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം, രോഗപ്രതിരോധം. അപ്പോൾ രോഗപ്രതിരോധത്തിന് ഉള്ള 2 വിറ്റാമിനാണ് വിറ്റാമിൻ സിയും വിറ്റാമിൻ ഡിയും. വിറ്റാമിൻ സി പല്ല്, മോണ, രക്തക്കുഴലിൻ്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വിറ്റാമിൻ ഡി ആണെങ്കിൽ എല്ലുകളുടെയും പല്ലുകളുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വിറ്റാമിൻ ഇ ആണെങ്കിൽ നാഡികളുടെ ശരിയായ പ്രവർത്തനം. നാഡി എന്ന് പറയുമ്പോൾ ഡി ഇ. അപ്പോൾ വിറ്റാമിൻ ഇ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന്. വിറ്റാമിൻ കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന്. ഇനി വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സും. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ എവിടെ നിന്നാണ് കിട്ടുക? സൂര്യപ്രകാശത്തിൽ നിന്ന്. ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായൊരു വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ഡിയുടെ കുറവ് മൂലം കുട്ടികളിലെ എല്ല് ദുർബലമാവുകയോ അല്ലെങ്കിൽ മൃദുവാവുകയോ ചെയ്യുന്ന അവസ്ഥ തന്നെയാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ്. കേട്ടില്ലേ? B1, B2, B3, B6, B7 അങ്ങനെയൊക്കെ. അതൊക്കെ ബി കോംപ്ലക്സ്. 8 തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണ്. ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ്. കോശത്തിൻ്റെ ആരോഗ്യത്തിന് ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം ഇതിനെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ്. ഇനി വിറ്റാമിൻ എ ഏതിലാണ്? മത്സ്യം, ക്യാരറ്റ് അതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ ബി മട്ടയരി, ചീര അതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ സി നാരങ്ങ, നെല്ലിക്ക, പുളിയുള്ള ഇതിലൊക്കെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ ഡി ആണെങ്കിൽ മുട്ട, മത്സ്യം, പാല് അതിലൊക്കെ. വിറ്റാമിൻ ഇ ആണെങ്കിൽ നിലക്കടല, ബദാം. വിറ്റാമിൻ കെ ആണെങ്കിൽ കാബേജ്, കോളിഫ്ലവർ, കാക്ക വെച്ച് തുടങ്ങണേൽ കെ.
വിറ്റാമിൻ ബി, സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനാണ്. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ ബിയും സിയും. എന്നാൽ എ, ഡി, ഇ, കെ എന്നീ വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുള്ളൂ. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് അടക്ക്. എ, ഡി, ഇ, കെ അടക്ക് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. കൊഴുപ്പിൻ്റെ അഭാവത്തിൽ ഈ വിറ്റാമിനുകൾ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയില്ല. ബിയും സിയും വെള്ളത്തിൽ, എ, ഡി, ഇ, കെ അടക്ക് കൊഴുപ്പിൽ. പിന്നെയാണ് ഈ ബോക്സ്. അയൺ ഒരു ധാതുവാണ്. ഇത്തരം ചില ധാതുക്കൾ ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. ഏതൊക്കെ ധാതുക്കളാണ് നമുക്ക് വേണ്ടത്? അയൺ, ഇരുമ്പ്, ഇതിലാണ് ഇലക്കറി, ശർക്കര, മത്സ്യം, കരൾ, അതിലൊക്കെ അയൺ അടങ്ങിയിട്ടുണ്ട്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അയൺ. ഇലക്കറിയിലുണ്ട്, ശർക്കര, മത്സ്യം, കരൾ, അതിലൊക്കെ അയൺ അടങ്ങിയിട്ടുണ്ട്. ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നതാണ് അയൺ. പിന്നെ കാൽസ്യം, മുട്ട, പാല്, ഇലക്കറികൾ, മത്സ്യം, മുട്ട, പാല്, ഇലക്കറികൾ, മത്സ്യം, അതിലേക്കാണ് കാൽസ്യം എല്ലിൻ്റെയും പല്ലിൻ്റെയും നിർമ്മാണം രക്തം കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. കാൽസ്യം എല്ലിൻ്റെയും പല്ലിൻ്റെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്നു. അയഡിൻ, കടൽ വിഭവങ്ങളിലാണ് ധാരാളം അയഡിൻ കാണുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നത്. ഹീമോഗ്ലോബിൻ, ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. എവിടെയാണ് കാണുന്നത്? ചുവന്ന രക്താണുക്കളിൽ. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ഹീമോഗ്ലോബിൻ. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുക, എന്നിട്ട് ആ കോശങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നത് ഹീമോഗ്ലോബിനാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അനീമിയ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥ അനീമിയ. പ്രോട്ടീൻ്റെ കുറവ് മൂലം ക്വാഷിയോർക്കർ, മരാസ്മസ്. പിന്നെ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. ഇനി അപര്യാപ്തത രോഗങ്ങളാണ്. വിറ്റാമിൻ എയുടെ അപര്യാപ്തത ആണ് നിശാന്തത. വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗം നിശാന്തത. വിറ്റാമിൻ ബി ആണെങ്കിൽ പുതിയതാണ്, ഗ്ലോസിറ്റിസ്. അപ്പോൾ ഇനി വരുന്ന എക്സാമിനത് ചോദിക്കും. ഗ്ലോസിറ്റിസ് ഇതിൻ്റെ അപര്യാപ്തതയാണ് വിറ്റാമിൻ ബിയുടെ. നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയുമാണ് ഗ്ലോസിറ്റിസ്. പിന്നെ വായ്പുണ്ണും ബിയുടെ അപര്യാപ്തത രോഗമാണ്. വിറ്റാമിൻ സി, മോണയിൽ നിന്നുള്ള രക്തസ്രാവം, അതിനെയാണ് സ്കർവി എന്ന് പറയുന്നത്. വിറ്റാമിൻ ഡി ആണെങ്കിൽ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ഇനി നിശാന്തത. എന്താണ്? ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവ്, അതാണ് നിശാന്തത. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല. നമ്മുടെ കുബേരൻ സിനിമയിൽ ഹരിശ്രീ അശോകൻ്റെ അവസ്ഥയാണെന്ന് തോന്നുന്നു. നിശാന്തത, രാത്രിയാകുമ്പോൾ കണ്ണു കാണില്ല. അത്. പിന്നെ ധാതുക്കളാണ് അയൺ, അയഡിൻ, കാൽസ്യം എന്നൊക്കെ പറയുന്നത് ധാതുക്കളാണ്. അയണിൻ്റെ അപര്യാപ്തത രോഗമാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച. അയണിൻ്റെ അപര്യാപ്തത രോഗം അനീമിയ അല്ലെങ്കിൽ വിളർച്ച. അയഡിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. കാൽസ്യത്തിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് ഓസ്റ്റിയോപോറോസിസ്. അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം. അസ്ഥിക്ഷയം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു. അടുത്താണ് ഗോയിറ്റർ. അത് അയഡിൻ്റെ കുറവ് മൂലം. നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് അയഡിൻ ആവശ്യമാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് എന്താണ് ആവശ്യം? അയഡിൻ. ഇനി പോഷകേതര ഘടകങ്ങളാണ് നാരുകൾ. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസാണ് നാരുകൾ. അപ്പോൾ ശരീരത്തിന് ദഹിപ്പിക്കാൻ പറ്റാത്ത സെല്ലുലോസ് നാരുകളാണ്. നാരുകൾ പോഷക ഘടകമല്ല എങ്കിലും ദഹനം, വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറംതള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ്. ദഹനത്തിനൊക്കെ സഹായിക്കുന്നത് നാരുകളാണ്. പിന്നെ തവിടടങ്ങിയ ധാന്യം, എന്തിലൊക്കെയാണ് നാരുകളുള്ളത്? തവിടടങ്ങിയ ധാന്യം, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ്, അതിലൊക്കെ നാരുകൾ അടങ്ങിയിരിക്കുന്നു. ഇനിയാണ് ജലം. നമ്മുടെ ശരീരത്തിൻ്റെ ഏതാണ്ട് 70% ജലമാണ്. ദഹനം, രക്തചംക്രമണം, വിസർജനം തുടങ്ങി വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. എന്താണ്? ദഹനം, രക്തചംക്രമണം, വിസർജനം തുടങ്ങിയതിനൊക്കെ ജലം ആവശ്യമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ ശരീരത്തിൽ നിന്നും ജലനഷ്ടം ഉണ്ടാകുന്നുണ്ട്. അതിനാൽ ധാരാളം ശുദ്ധജലം കുടിക്കണം. കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികളിൽ ധാരാളം ജലം അടങ്ങിയിട്ടുണ്ട്. ഇനി എന്താണ് സമീകൃത ആഹാരം?
ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിൻ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമമാണ് നാം ശീലിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഭക്ഷണക്രമം സമീകൃത ആഹാരം. കറക്റ്റ് അളവിൽ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും കൊഴുപ്പും വിറ്റാമിനും ധാതുക്കളും ഒക്കെ ഭക്ഷണത്തിലൂടെ കിട്ടണം. അതിനെയാണ് ഇത്തരത്തിലുള്ള ഭക്ഷണക്രമത്തിനെയാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. പിന്നെ ഉച്ചഭക്ഷണത്തിൽ നിന്ന് ഏകദേശം 750 കലോറി ഊർജ്ജം ലഭിക്കുന്നുണ്ട്. നമുക്ക് കലോറി എന്ന് നോക്കാം. ഭക്ഷണത്തിലെ ഊർജ്ജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി എന്ന് പറയുന്നത്. ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ ഊർജ്ജം ആവശ്യമാണ്. കാർബോഹൈഡ്രേറ്റിൽ നിന്ന് ഊർജ്ജം കിട്ടുന്നുണ്ട്, പ്രോട്ടീനിൽ നിന്ന് കിട്ടുന്നുണ്ട്. പ്രോട്ടീൻ്റെ വേറൊരു ധർമ്മമാണ് ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും പ്രോട്ടീൻ ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കലോറി വരെ ഊർജ്ജം ആവശ്യമാണ്. ഒരു ദിവസം 1900 to 2400 കലോറി ഊർജ്ജം അധ്വാനമുള്ള ഒരു മനുഷ്യന് ആവശ്യമുണ്ട്, പുരുഷന്. ഇനി ശാരീരിക അധ്വാനമുള്ള സ്ത്രീക്കാണെങ്കിൽ പ്രതിദിനം 1600 മുതൽ 2000 കലോറി വരെ ഊർജ്ജം വേണം. മുതിർന്ന കുട്ടിക്കാണെങ്കിൽ 1200 to 1400 കലോറി വരെ ഊർജ്ജം ഒരു ദിവസം ആവശ്യമാണ്. പിന്നെ സ്കൂൾ ഭക്ഷണത്തിലൂടെ ഏകദേശം 750 കലോറി ഊർജ്ജം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഈ ചാപ്റ്റർ നമുക്ക് ഒന്നുകൂടി നോക്കാം. ആഹാരം ആഹാരത്തിൽ നമുക്ക് കുറച്ച് പോഷക ഘടകങ്ങൾ കിട്ടും. അതാണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, കൊഴുപ്പ്, വിറ്റാമിൻ, ധാതുക്കൾ എന്നൊക്കെ പറയുന്നത്. പിന്നെ ജലവും നമുക്ക് ആവശ്യമാണ്. പിന്നെ കാർബോഹൈഡ്രേറ്റിന് പ്രധാനമായിട്ടും ഊർജ്ജമാണ് കിട്ടുന്നത്. കാർബോഹൈഡ്രേറ്റിൻ്റെ വിവിധ രൂപങ്ങളാണ് അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകളൊക്കെ. അന്നജത്തിൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് അയോഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതേ ഇരുണ്ട നീലനിറാണ് അന്നജം അയോഡിനായിട്ട് ചേരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. പിന്നെ മില്ലറ്റ്സ് 2023 മില്ലറ്റ് ഇയർ ആയിട്ട് ആഘോഷിച്ചിട്ടുള്ളത്. അത് കുറേ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ ഇതിൽ പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതുലവണം അതൊക്കെ ഉണ്ട്. ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ മില്ലറ്റ്സിൽ കൂടുതലും നാരുകളാണ് അടങ്ങിയിരിക്കുന്നത്. പിന്നെ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമാണ് പ്രോട്ടീൻ. അതിൻ്റെ കുറമൂലം ക്വാഷിയോർക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ കൊഴുപ്പിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം കിട്ടുന്നത്. കൊളസ്ട്രോൾ കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ്. കൊളസ്ട്രോൾ അധികമായി കഴിഞ്ഞാൽ മിതമായിട്ടുള്ള അളവിൽ ശരീരത്തിന് ആവശ്യമാണ്. അധികമായി കഴിഞ്ഞാൽ രക്തക്കുഴലുകളിൽ അടിഞ്ഞു കൂടിയിട്ട് രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുന്നു. അങ്ങനെ ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ രോഗങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വിറ്റാമിൻ A, B, C നമ്മൾ പറഞ്ഞു. ഡി നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ഡിയുടെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ ഉണ്ടാവുന്നത്. പിന്നെ ബിയും സിയും ജലത്തിലാണ് ലയിക്കുന്നത്. അടക്ക് അല്ലെങ്കിൽ ADEക്ക് കൊഴുപ്പിലാണ് ലയിക്കുന്നത്. പിന്നെ ഹീമോഗ്ലോബിൻ നമ്മൾ പറഞ്ഞു ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്നതാണ്. ഓക്സിജനെ കോശങ്ങളിലെത്തുന്ന ഓക്സിജനെ രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് കൊണ്ടുപോകുന്നതൊക്കെ ഹീമോഗ്ലോബിനാണ്. പിന്നെ വിറ്റാമിൻ എയുടെ അപര്യാപ്തമാണ് നിശാന്തത. ബി ആണെങ്കിൽ ഗ്ലോസിറ്റസ്, സി ആണെങ്കിൽ സ്കർവി, ഡി ആണെങ്കിൽ റിക്കറ്റ്സിലെ കാണാം. പിന്നെ നിശാന്തത രാത്രി മങ്ങിയ വെളിച്ചത്തിൽ കണ്ണു കാണാത്ത അവസ്ഥ. പിന്നെ അയണിൻ്റെ കുറവ് മൂലം അനീമിയ ഉണ്ടാവും. അയഡിൻ്റെ കുറവ് മൂലം ഗോയിറ്റർ, കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം. പിന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് ആവശ്യം അയഡിനാണ്. പിന്നെ നാരുകൾ ദഹന പ്രക്രിയയ്ക്കൊക്കെ സഹായിക്കുന്നതാണ് നാരുകൾ. പിന്നെ ജലം നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ കലോറി ഭക്ഷണത്തിലെ ഊർജ്ജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി. അധ്വാനിക്കുന്ന ഒരു പുരുഷന് 1900 to 2400 കലോറിയും അധ്വാനിക്കുന്ന ഒരു സ്ത്രീക്ക് 1600 to 2000 കലോറിയും മുതിർന്ന കുട്ടിക്ക് 1200 to 1400 കലോറിയും ഊർജ്ജം ആവശ്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. അപ്പോൾ ശരി, താങ്ക് യു, ബൈ.